ഹംഗേറി ഷൂട്ടർ. അദ്ദേഹം അവിടുത്തെ ബെസ്റ്റ് ഷൂട്ടറിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ലോകത്ത് തന്നെ മികച്ച ഷൂട്ടർ ആകുക. അങ്ങനെ നിരന്തര പരിശ്രമത്തിലൂടെ അദ്ദേഹം തന്റെ ലക്ഷ്യത്തിനടുത്തെത്തി. 1940 അയാൾ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ 1938 വിധി അത് മാറ്റി. അയാൾ സൈനികനായിരുന്നു. അദ്ദേഹത്തിന് ട്രെയിനിങ്ങിനിടയിൽ ഗ്രനേഡ് കയ്യിലിരുന്ന് പൊട്ടി. തന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടെ താർന്നു. എന്നാൽ ആ മനുഷ്യന് നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ആ അവസ്ഥയും തോറ്റുപോയി. അയാൾ ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു, തനിക്കൊരു ഇടത് കൈയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ നിന്നിറങ്ങി ആ കൈ കൊണ്ട് ട്രെയിൻ ചെയ്തു. അത് ബെസ്റ്റ് ഷൂട്ട് ഹാൻഡായി മാറി. 1939 ആ കൈ വെച്ച് ഹംഗേറി നാഷണൽ ഷൂട്ടിൽ മത്സരിച്ചു. അയാൾ വിജയിച്ചു. പിന്നീട് 1940 ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് നടന്നില്ല, വേൾഡ് വാർ 1 കാരണം. പിന്നീട് 1947 ആ ഒളിമ്പിക്സ് നടന്നില്ല, വേൾഡ് വാർ 2 കാരണം. അവിടെ അദ്ദേഹം തളർന്നില്ല. 1948 ഒളിമ്പിക്സിൽ അയാൾ മത്സരിച്ചു. 1938 അയാൾക്ക് 28 വയസ്സ്. 1948 38 വയസ്സ്, അത് യുവാക്കളുടെ മുൻപിൽ. എന്നാൽ അയാളുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അയാൾ ഗോൾഡ് മെഡൽ നേടി. അതുപോലെ 1952 നിങ്ങൾക്ക് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സ്റ്റോറി. കരോളിൻ്റെ കഥ.